മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുന്ന യേശു നേരിടുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യം അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്നുള്ള ചോദ്യമാണ്. ഇടയിൽ ജനിച്ചു വളർന്ന സാധാരണക്കാരനായ ക്രിസ്തുവിനെ ദൈവപുത്രനായിട്ട് അംഗീകരിക്കുവാനായിട്ടുള്ള മടിയാണ് നാം ഇവിടെ കാണുന്നത്. അവരുടെ ചിന്തയിലുള്ള ദൈവം ഒരു അമാനുഷിക ദൈവമാണ്. ക്രിസ്തുവിൻ്റെ ജനന സമയത്തും ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. വഴികാട്ടിയായിട്ട് നക്ഷത്രം മുന്നിലുണ്ടായിട്ടും ആ നക്ഷത്രത്തെ മറന്നുകൊണ്ട് രാജാവായി പിറന്ന ഉണ്ണിയേശുവിനെ കാണുവാനായിട്ട് ഹെറോദോസിൻ്റെ പ്രവേശിക്കുമ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത് അനേകം കുഞ്ഞുങ്ങളുടെ ജീവനാണ്. സാധാരണക്കാരനായ യേശുവിനെ വിശ്വസിക്കാൻ കഴിയാത്ത നസ്രത്തുകാർക്ക് നഷ്ടപ്പെടുന്നത് വലിയ അത്ഭുതമാണ്, അടയാളമാണ്, സൗഖ്യമാണ്, ശക്തിയാണ്. ഏറ്റവും വലിയ ആത്മീയതയെന്നാൽ അപരനിലുള്ള ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുക എന്നതാണ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ ധനികയായ ശൂനംകാരി എലീശായെ ദൈവപുരുഷനായിട്ട് കണ്ടുകൊണ്ട് വീട്ടിൽ വസിക്കുവാനായിട്ട് സ്ഥലമൊരുക്കുമ്പോൾ അവർക്ക് വലിയൊരു അനുഗ്രഹം ലഭിക്കുന്നുണ്ട്. മക്കളില്ലാതെ വേദനിച്ചിരുന്ന അവർക്ക് എലീശായുടെ അനുഗ്രഹത്താൽ ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനായിട്ട് സാധിക്കുന്നു. വീണ്ടും ആ കുഞ്ഞ് അസുഖം ബാധിച്ച് മരിക്കുമ്പോൾ എലീശായുടെ സ്പർശനത്താൽ ആ കുഞ്ഞിന് ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതത്തിലും ദൈവം നമ്മോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് സാധാരണ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളിലൂടെയാണ്, സാധാരണ നമ്മൾ കാണുന്ന വ്യക്തികളിലൂടെയാണ്. അവയിലെല്ലാം ദൈവിക സാന്നിധ്യത്തെ തിരിച്ചറിയുവാനായിട്ടുള്ള വിശ്വാസമാണ് നാം സ്വന്തമാക്കേണ്ടത്. അങ്ങനെയുള്ള വിശ്വാസം നാം സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും, അടയാളങ്ങൾ സംഭവിക്കും. ഇതിൽ വിശ്വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും എന്നും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു വചനമുണ്ട്. യോഹന്നാൻ 1:14, വചനമാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ജീവിക്കുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.